എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാറ്റ് കുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ മിനി ഗെയിമിൽ ഹെക്സാ പസിൽ എന്ന ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ കളർ മാച്ച് ചെയ്യുക. കണ്ടില്ലേ, നമ്മളിപ്പം ബ്ലൂ, യെല്ലോ, ഗ്രീൻ നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കോയിൻസ് ആഡായിക്കൊണ്ടിരിക്കും. ഇതുവഴി നമുക്ക് കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. സോ അതുവഴി നമുക്ക് കാർഡ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ മറ്റു കാര്യങ്ങളും ചെയ്യാനും എളുപ്പമായിരിക്കും. കാരണം പല കാർഡ്സും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്തത് ഈ കോയിൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ലെവൽ കൂടുന്തോറും ആ കാർഡ്സിന്റെ തന്നെ എമൗണ്ട് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. സോ ഈ ഗെയിം നമ്മൾ കളിച്ച് നല്ല രീതിയിൽ നമുക്ക് കോയിൻസ് ഏൺ ചെയ്ത് നമ്മുടെ കാർഡ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് പെർ അവറും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉയർത്താൻ പറ്റും. ഇപ്പോൾ വന്നിട്ടുള്ള ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ മാക്സിമം കളിക്കുക. കാരണം നമ്മൾ ഈ ഡോഗ്സ് കോയിൻ ഉണ്ടല്ലോ, അത് നമുക്ക് ലിസ്റ്റിംഗ് വന്നായിരുന്നു. അത് എനിക്ക് പൈസ കിട്ടിയായിരുന്നു. അതുപോലെ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുക. നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന പൈസ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ഡെയിലി കോംബിയും ഡെയിലി സൈഫർ കോഡും ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ അതും ചെക്ക് ചെയ്യാം. ഇത് ഡോഗ്സ് കോയിൻസിൽ നിന്ന് എന്റെ വാലറ്റിലോട്ട് ആഡായിട്ടുള്ള കോയിനാണ്. ഇത് 21.86 ഉണ്ട്. അതായത് 18,223 ഡോഗ്സ് കോയിനിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഈ കിട്ടിയിട്ടുള്ള ഡോളർ കയറിയും ഇറങ്ങിയൊക്കെ നിൽക്കും. സോ നല്ല രീതിയിൽ ഉയരുന്ന സമയത്ത് നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഹാംസ്റ്ററിന്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായും അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.